അപ്പം ഇന്നത്തെ പരിപാടി ഇത് കണ്ടോ, ഞമണിക്ക. അപ്പോൾ ഇതിനെ ഇന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതല്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചാണ്. ഇത് നമ്മുടെ അർച്ചനയില്ലേ, അർച്ചനയുടെ വീടിൻ്റെ അവിടെ നിന്ന് അർച്ചന പിടിച്ചിട്ട് വന്നതാണ്. കുറച്ചുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ അത് ഞാനും വെച്ചുകൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ മതി. ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. നല്ല ആവി വന്ന് ക്യാമറ മൂടി. നൈസ്തേ ഇത്ര ഉള്ളു, ഇച്ചിരിയേ ഉള്ളൂ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് വലുതും കുറച്ചൊക്കെ ചെറുതാണ്. നമ്മൾ വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തുനിന്ന് ഈർക്കിൽ വെച്ചിട്ട് കുത്തിയെടുക്കണം. ഈർക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇതണ്ട, ഇതാണ് സാധനം. ചൂടുണ്ടല്ലേ? ചൂടാണല്ലേ? മൊത്തം മഞ്ഞയിലല്ലേ പുറത്തായിട്ട്. നല്ല സ്മെല്ല്. ഇതങ്ങനെ എടുക്കണം കേട്ടോ. നമുക്കെൻ്റെ ഇത് കഴുകിയൊക്കെ എടുക്കേണ്ടത് കണ്ടോ. സൂപ്പർ. നമ്മളെടുത്തിട്ടുണ്ട്. ഇത്ര ഉണ്ട് നമുക്ക് ഇറച്ചി, കുറച്ചേ ഉള്ളൂ. പിന്നെ അതെ, ഞാൻ 2-3 ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ വലുതിൻ്റെ രണ്ടിൻ്റെ അകത്ത് നിന്ന് കുറച്ചുകൂടെ പോരാനുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മളിത് കഴുകിയെടുക്കാൻ പോവാണ് നന്നായിട്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇറച്ചി. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. മണ്ണൊക്കെ പോകണം, വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വേഗം കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അടപ്പ് വെച്ചിട്ടുണ്ട്, തീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് കുറച്ചേ ഇറച്ചിയുള്ള കാരണം നമ്മൾ സവോളയൊക്കെ ഇട്ടാട്ടോ വറുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. നമ്മൾ ഒരു 5 വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി, ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. നമ്മൾ കട്ടിംഗ് ബോർഡ് എടുത്തില്ല കേട്ടോ വീട്ടിൽ നിന്ന്. അത് കാരണം നമ്മൾ കയ്യിൽ വെച്ചാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സവോളയും നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്, ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല വീട്ടിൽ തന്നെ കൊപ്ര സെറ്റ് ചെയ്തെടുത്ത എണ്ണയാണ് കേട്ടോ. കുപ്പിയിൽ ഒഴിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. ഏകദേശം നമ്മൾ പച്ചമുളക് ഇട്ടാൽ മതി. അത് തന്നെ പച്ചമുളകാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് എവിടെ സവോള ഇട്ട് നമുക്കൊരു പൊടിക്ക് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് ഇട്ടോളാം. ഉപ്പിട്ടിട്ടുണ്ട്, പെട്ടെന്ന് സവോള വാടി വരും.
നമ്മൾ പൊടികൾ ചേർത്ത് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇടാൻ പോകണം. മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ടുണ്ടേ. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നമുക്ക് മസാലപ്പൊടി അല്ല മല്ലിപ്പൊടി, സോറി മല്ലിപ്പൊടി, ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണ്ട, നോക്കിയിട്ടുണ്ട്. മുളക് പൊടി ഇത്തിരി ഇട്ടിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മസാല പിടിച്ച് കഴിയാനുള്ളത് നമുക്ക് നമ്മുടെ ഞമ്മണിക്കാൻ ഇട്ട് കൊടുക്കുക. രണ്ടമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കണം. ഇവിടെ നിന്നുണ്ട് അവിടെ നിന്നുണ്ട്. ഞമ്മണിക്കാൻ ഇടാൻ പോവാണ് കേട്ടോ. കേട്ടോ കുറച്ചേ ഉള്ളൂ. ഞമ്മണിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത്തിരി എരിവ് കൂട്ടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അല്ല ഒരു റോസ്റ്റ് പരുവത്തിന് നമുക്കിനി വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഇപ്പോൾ കുരുമുളക് ഇടണം. ഞാൻ കുരുമുളകും ചേർത്തേക്കത്. കുരുമുളക് പൊടി, കുരുമുളക് പൊടിയുണ്ട്. കുരുമുളക് പൊടി അത്യാവശ്യം നമുക്ക് നോക്കിയിട്ട് ഇടുക. നമുക്ക് വേണേൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് ചേർക്കാം. കുറച്ച് അവസാനത്തേക്ക് വെച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് അല്പം കൂടെ എണ്ണ ഒന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി എണ്ണയുടെ കുറവുണ്ടായിരുന്നു. ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മതി. നന്നായിട്ടൊന്ന് അടിക്ക് പിടിക്കാതെ നന്നായിട്ടിങ്ങനെ വരട്ടി വെക്കണം. അപ്പോൾ നമ്മൾ സംശയിക്കും. നമ്മൾ കക്കാറച്ചി വെക്കുന്ന ഒരു മോഡലിലാണ് വെക്കുന്നത്. നമ്മൾ ഈ സാധനം എപ്പോഴും വെക്കാറില്ലല്ലോ. സന്ധ്യ സമയം കായലിൻ്റെ അരികിലിരുന്ന് കിടിലൻ കുക്കിങ്. ഇത് നമുക്കിത് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ കേട്ടോ. വേറെ ബ്രെഡും വേറെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് ഇത് മാത്രമാണ് കഴിക്കാൻ പോകുന്നത്. കുരുമുളക് ഇത്തിരി കൂടുതലായിട്ടുണ്ട്. ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഏകദേശം എരിവുണ്ടാവുക, എരിവ് കുറവാണ്. നമ്മളിത് ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നീ കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ഞങ്ങൾ രണ്ടും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. കുറച്ച് കുരുമുളക് കൂടി അങ്ങോട്ട് വിതറണം അതിൻ്റെ പുറത്തേക്കല്ലേ. ഇവിടെ കുരുമുളക് എന്നിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. എന്താ ലുക്ക് അറ്റ് ദാറ്റ്. ഓ സൂപ്പർ. അപ്പോൾ അതെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിക്കും. എങ്ങനെയുണ്ട്? ഞങ്ങൾ രണ്ടും കൂടെ ഇത് പെറുക്കി തിന്ന് തീർക്കും. ഇപ്പം ഉണ്ട് റബ്ബർ പോലെ കഴിക്കണം. കക്കറച്ചിയുടെ ഒരു ഇതുണ്ടാ? കക്കറച്ചി ടേസ്റ്റ് ഇല്ലേ? വേറെ ടേസ്റ്റാണ്. റബ്ബർ പോലെ ഉണ്ട് ഗൈസ്. എന്താ മറ്റേ കൂന്തൽ തന്നെയാണ്. കൂന്തല് പോലെ. ഗൈസ് വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. റബ്ബർ പോലെ ഉണ്ട്, പക്ഷെ കൊള്ളാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ഞങ്ങൾ വള്ളത്തിലിരുന്ന് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഞമ്മണിക്ക ഫ്രൈ ഉണ്ടാക്കി കഴിച്ചു. ഇനി നമ്മൾ അടുത്തൊരു വെറൈറ്റി കുക്കിംഗ് ആയിട്ട് വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.